ഹലോ ഫ്രണ്ട്സ്, ഇത് നമുക്ക് ഒരു സൂപ്പർ ആയിട്ടുള്ള ഒരു റെസിപ്പി നോക്കാവേ. ഇത് പച്ചക്കറികളൊന്നും കഴിക്കാത്ത കുട്ടികൾക്ക് പറ്റുന്ന നല്ല ഒരു സൂപ്പർ കട്ട്ലറ്റ് ആണിത്. അവർക്ക് ആവശ്യത്തിനുള്ള എല്ലാ വൈറ്റമിൻസും ന്യൂട്രീഷ്യൻസും അയണും എല്ലാം ഈ കട്ട്ലറ്റിൽ ഉണ്ടാവും. എന്നാൽ അവർ നല്ല ടേസ്റ്റോടെ കഴിക്കുകയും ചെയ്യും. ഞാൻ ഡോക്ടർ സിനി സജീവ്. അപ്പം നമ്മൾ ഈ കട്ട്ലറ്റ് ഉണ്ടാക്കുന്ന വീഡിയോ ഒന്ന് പോയി നോക്കാവേ. ഇതിനു വേണ്ടി ഞാൻ എടുത്തിട്ടുള്ളത് ഒരു കപ്പ് ചക്കക്കുരു. അത് മേലെയുള്ള വെള്ള തോല് മാത്രം കളഞ്ഞിട്ട് ചുമന്ന ഇത് കളയാൻ പാടില്ലേ. അത് നമുക്ക് വളരെ നല്ലതാണ്, ക്യാൻസർ പ്രിവെൻറ്റ് ചെയ്യാനും ഹൈലി ന്യൂട്രീഷണൽ വാല്യൂ ഉള്ളതുമാണ്. അതുകൊണ്ടിട്ട് ഞാൻ മേലെയുള്ള വെള്ള ഇത് മാത്രം കളഞ്ഞിട്ടുള്ളത്. പിന്നെ കുറച്ച് ചീര, ഒരു 5-6 പീസ് ചിക്കൻ എല്ലില്ലാത്തത്. അപ്പോൾ ചിക്കൻ വന്നിട്ട് ഞാൻ വേവിച്ചെടുത്തിരിക്കുന്നതാണ്. പാതി വെന്ത ചിക്കനാണ്, മഞ്ഞൾപ്പൊടി ഉപ്പ് ഇട്ടിട്ട്. എന്നിട്ട് ഇതെല്ലാം കൂടെ നമ്മൾ ചക്കക്കുരു വന്നിട്ട് നമ്മൾ ചോപ്പ് ചെയ്തെടുക്കുന്ന, അതിനുശേഷം ചീരയും ചിക്കനും ഒന്ന് ചോപ്പ് ചെയ്തെടുക്കുന്ന. എന്നിട്ട് ഇത് നമ്മൾ ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ട് വേവിച്ചെടുക്കണേ. ചോപ്പർ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതെല്ലാം ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് വേവിച്ചതിന് ശേഷം എഗെയിൻ ഒന്ന് മിക്സിയുടെ ജാറിലൊന്ന് അടിച്ചെടുത്താൽ മതി. കട്ട്ലറ്റിൻ്റെ ആ ഒരു പരുവത്തിലാക്കിയെടുത്താൽ മതിയേ. ഞാനിപ്പോൾ ചോപ്പ് ചെയ്തിട്ട് വേവിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ ന്യൂട്രീഷണൽ വാല്യൂ നോക്കിയിട്ടുണ്ടെങ്കിൽ ഹൈലി പ്രോട്ടീൻ, വൈറ്റമിൻ റിച്ചാണ്. അതുപോലെ ചീരയിൽ നമുക്കറിയാം അയൺ, കാൽഷ്യം, ഫൈബർ എല്ലാം അടങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ കട്ട്ലറ്റ് ശരിക്കും പറഞ്ഞാൽ നമുക്ക് ചീരയും ചിക്കനും ചക്കക്കുരുവാണുള്ളത്. അപ്പോൾ മൂന്നിലും അടങ്ങിയിട്ടുള്ള ഒരുവിധ എല്ലാ വൈറ്റമിൻസും, പ്രോട്ടീൻ, കാൽഷ്യം, ഫൈബർ അതുപോലുള്ള എല്ലാ ഇത് അടങ്ങിയിട്ടുണ്ട്. നമുക്ക് വെജിറ്റബിൾസ് കഴിക്കാത്ത കുട്ടികൾക്ക് പറ്റുന്ന ഒരു നല്ല സൂപ്പർ റെസിപ്പിയാണിത്. ഇപ്പോൾ ഇവിടെ എൻ്റെ കുട്ടികൾ 2 പേരും പിന്നെ ചേച്ചിയുടെ കുട്ടിയും ഉണ്ട്, ചേച്ചിയുടെ മോളും ഉണ്ട്. അപ്പം ഇവർ 3 പേരും പച്ചക്കറി കഴിക്കാത്ത കുട്ടികളാണ്. പച്ചക്കറി കഴിക്കാൻ അവർക്ക് പൊതുവെ ഇഷ്ടമില്ല. അങ്ങനെയുള്ള കുട്ടികൾക്ക് പറ്റുന്ന ഏറ്റവും നല്ലൊരു റെസിപ്പിയാണിത്. കാരണം ഇവർക്ക് ആവശ്യത്തിനുള്ള എല്ലാ വൈറ്റമിൻസും ഫൈബറും പ്രോട്ടീനും എല്ലാം ഈ കട്ട്ലറ്റിൽ അടങ്ങിയിട്ടുണ്ടാവും. അപ്പം നമുക്കിത് ചോറിന് അല്ലെങ്കിൽ ഈവനിങ് സ്നാക്കായിട്ട് കൊടുക്കാൻ പറ്റും. ഈവനിങ് സ്നാക്കായിട്ടാണ് നമ്മൾ കൊടുക്കുന്നതെങ്കിൽ നമുക്ക് മയണൈസും സോസും എല്ലാം വെച്ചിട്ട് അങ്ങനെ കൊടുക്കാവുന്നതാണ്. അപ്പം ഞാനിത് ചോപ്പ് ചെയ്തത് വന്നിട്ട് ചെറിയ ഒരു പാനിൽ ആവശ്യത്തിനുള്ള ഉപ്പും കുറച്ച് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഇട്ടിട്ട് ഒന്ന് വേവിക്കാൻ വെക്കുവാണേ. അതിനുശേഷം നമ്മൾ അത് ഒരുവിധം നന്നായിട്ട് വെന്ത് വന്നതിന് ശേഷം ഇത് വേണമെങ്കിൽ ഒന്നുകൂടെ ഒന്ന് തണുത്തതിന് ശേഷം മിക്സിയുടെ ചെറിയ ജാറിലൊന്ന് അടിച്ചെടുക്കാവുന്നതാണ്. അപ്പോൾ ഒട്ടും തന്നെ കടിക്കാതിരിക്കും. അതിനുശേഷം ഞാൻ ബ്രെഡ് വന്നിട്ട് ഒരു 4 പീസ് ബ്രെഡ് എടുത്തിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 2 മുട്ട ഒന്ന് ഇങ്ങനെ അടിച്ചെടുത്തിട്ടുണ്ട്, കട്ട്ലറ്റിന് എടുക്കുന്ന പോലെ തന്നെ. അപ്പോൾ ഇത് ചോപ്പ് ചെയ്തത് നമ്മളങ്ങനെ ഒരു ബൗളിലോട്ടാക്കിയപ്പോൾ അതിൽ ലൈറ്റായിട്ടൊരു വെള്ളത്തിൻ്റെ ഇത് അധികമുള്ള പോലെ തോന്നി. അതുകൊണ്ട് ഞാൻ അതിൽ 2 ടീസ്പൂൺ കോൺഫ്ലവർ പൊടി കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പം നമുക്കത് ബോൾസായിട്ട് ഉരുട്ടിയെടുക്കാൻ എളുപ്പമാണ്. അതിനുശേഷം നമ്മൾ ബോൾസായിട്ട് കട്ട്ലറ്റ് ഷേപ്പിലായിട്ട് ഉരുട്ടിയെടുത്തിട്ട് മുട്ടയിൽ ആദ്യം മുക്കുക, പിന്നെ ബ്രെഡ് പൊടിയിലിട്ടിട്ട് ഒന്ന് ഇത് ചെയ്തെടുക്കുക. അതിനുശേഷം നമ്മൾ എണ്ണയിൽ അങ്ങനെ ഫ്രൈ ചെയ്ത് എടുക്കാവുന്നതാണ്. നല്ല സൂപ്പർ ടേസ്റ്റായിട്ടുള്ള കട്ട്ലറ്റാണ്. പിന്നെ ഇതിൽ ഞാൻ എരിവിന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് പെപ്പർ, പിന്നെ മസാലപ്പൊടി, ഇത് പെപ്പറും പട്ട, ഏലക്ക അതുപോലുള്ള മസാലകൾ പൊടിച്ചത് 1 ടീസ്പൂൺ ഇടുന്നുണ്ട്. പിന്നെ നിങ്ങൾക്ക് കൂടുതൽ എരിവ് വേണം എന്നുണ്ടെങ്കിൽ മുളക് പൊടി അതുപോലുള്ള ഇത് വേണമെങ്കിൽ 1/2 ടീസ്പൂണായിട്ട് ആഡ് ചെയ്യാവുന്നതാണ്. ഞാൻ മെയിനായിട്ട് പെപ്പറാണ് ഇപ്പോൾ ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. പിന്നെ വലിയ ജീരകവും മസാലയായിട്ട് അതെല്ലാം കൂടെ പൊടിച്ചിട്ട്, വലിയ ജീരകം, പട്ട അതുപോലുള്ള സാധനങ്ങളെല്ലാം കൂടെ പൊടിച്ചിട്ട് ഒരു 1/2 ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്.
അപ്പോൾ ഇതുപോലെ നമ്മൾ പാനിൽ വന്നിട്ട് ഞാനിപ്പോൾ ഇതിൽ വളരെ കുറച്ച് എണ്ണ ഉപയോഗിച്ചിട്ടുള്ളത്, ഒരു 2 ടീസ്പൂൺ എണ്ണ ഒഴിച്ചിട്ട് അങ്ങനെ ജസ്റ്റ് ഒന്ന് തിരിച്ചും മറിച്ചും ഇട്ട് അങ്ങനെ ഇതാക്കി എടുക്കുവാണ്. പക്ഷേ ഇത് വളരെ നല്ല സൂപ്പർ ടേസ്റ്റ് ആയിട്ടുള്ള കട്ട്ലറ്റാണ്. കുട്ടികൾ ഇത് ചീരയാണെന്നറിയാതെ വെജിറ്റബിൾസ് ആണെന്നറിയാതെ അവർ കഴിച്ചോളൂ ഇത്. കാരണം അത്ര നല്ല ടേസ്റ്റി ആയിരിക്കും. ആവശ്യത്തിനുള്ള സ്പൈസസ് നമ്മളിതിൽ ഇട്ട് കൊടുക്കണേ. അപ്പോൾ ഇത് ഞാനിവിടെ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കാറുള്ള ഒരു കട്ട്ലറ്റാണ്. ചീര അല്ലെങ്കിൽ മുരിങ്ങയില ചിക്കനും കൂടെ ചേർത്തിട്ട് ഇതുപോലെ ഉണ്ടാക്കും. അപ്പോൾ മുരിങ്ങയില ആണെങ്കിലും നമുക്ക് കുട്ടികൾക്ക് ആവശ്യത്തിനുള്ള ന്യൂട്രീഷൻസ് എല്ലാം അതിലുണ്ടാവും. അല്ലെങ്കിൽ ശരിക്കും ബാലൻസ്ഡ് ഡയറ്റ് അല്ലാതെ ഇരിക്കും ഫുഡ് എപ്പോഴും. അപ്പോൾ അതുപോലുള്ള കുട്ടികൾക്ക് പറ്റുന്ന ഒരു സൂപ്പർ റെസിപ്പിയാണിത്. നിങ്ങളെല്ലാവരും എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. അതുമാത്രമല്ല വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു കട്ട്ലറ്റ് കൂടിയാണ്. ചിക്കൻ കട്ട്ലറ്റിൻ്റെ ടേസ്റ്റ് തന്നെ ഇരിക്കും. ചിക്കൻ പീസ് വേണമെങ്കിൽ നിങ്ങൾക്ക് അധികമായിട്ട് കുറച്ചധികം ഇട്ട് കൊടുത്തിട്ട് ചീരയും അധികം ഉപയോഗിക്കാവുന്നതാണ്. പിന്നെ ചക്കക്കുരും നമ്മളിതിങ്ങനെ വേവിച്ച് പൊടിച്ചെടുക്കുമ്പോഴേക്കും അത് കട്ട്ലറ്റിലിടുമ്പോഴേക്കും നല്ല ടേസ്റ്റാണ്. ഉരുളക്കിഴങ്ങിന് പകരമാണ് ഞാനിപ്പോൾ ഇവിടെ, സാധാരണ നമ്മൾ കട്ട്ലറ്റിന് ഉരുളക്കിഴങ്ങ് ഉപയോഗിക്കും, അതിന് പകരമാണ് ഞാനിപ്പോൾ ഇവിടെ ചക്കക്കുരു ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ചക്കക്കുരു വന്നിട്ട് നമ്മളുടെ ഗട്ട് ഹെൽത്തിനും വെയിറ്റ് ലോസിനും അതുപോലെ ഹാർട്ടിൻ്റെ ഹെൽത്തിനും വളരെ നല്ലതാണ്. അതുപോലെ തന്നെയാണ് ചീരയും. ചീര ഫൈബർ റിച്ചാണ്, വൈറ്റമിൻ റിച്ചാണ്, നമുക്ക് വെയിറ്റ് ലോസിനും വളരെ നല്ലതാണ്. അപ്പം നമ്മളുടെ ചക്കക്കുരു ചീര ചിക്കൻ കട്ട്ലറ്റ് റെഡി ആയിട്ടുണ്ട്. ഞാനിത് കഴിച്ച് നോക്കിയിട്ടുണ്ട്, നല്ല സൂപ്പറാണ്. നമുക്കിത് കുട്ടികൾക്ക് ചോറിന് കൊടുക്കാം, അതുപോലെ ഈവനിങ് സ്നാക്സ് ആയിട്ടും കൊടുക്കാം. മയണൈസും ഇതെല്ലാം ചേർത്തിട്ട്, ടൊമാറ്റോ സോസ് എല്ലാം ചേർത്തിട്ട്